സാമൂഹ്യ മാധ്യമങ്ങളിലെ തുടർച്ചയായ ട്രോളുകളും മാധ്യമ വിചാരണകളും തന്നെ എങ്ങനെ ബാധിച്ചിരിക്കുന്നതിനെക്കുറിച്ച് കാലാകാലങ്ങളായി ലോകത്തിലെ ക്യൂർ വ്യക്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൈംഗിക ന്യൂനപക്ഷത്തെയും ലിംഗഭേദമുള്ള യുവാക്കളെയും സൈബർ ഭീഷണികൾക്കുള്ള സാധ്യത കൂടുതലാണ്. കൗമാരക്കാർക്കും യുവാക്കൾക്കും സൈബർ ഭീഷണി ഗുരുതരമായ അപകട സാധ്യത സൃഷ്ടിക്കും. ഇത് ഇരകളിൽ മാനസികാരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ആത്മഹത്യാ സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യും. ട്രാൻസ്ജെൻഡർ ലിംഗവൈവിധ്യമുള്ള വ്യക്തികൾ സൈബർ ഭീഷണി അനുഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും ക്യൂർ സമൂഹം അനുഭവിക്കുന്ന സൈബർ ഭീഷണിയുടെ വ്യാപനം ഉണ്ടായിരുന്നിട്ടും ഇവരുടെ ജീവിച്ചിരിക്കുന്ന സൈബർ ഭീഷണി അനുഭവങ്ങളെക്കുറിച്ച് നിലവിൽ വളരെ കുറച്ചേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. ക്യൂർ വ്യക്തികൾ നേരിടുന്ന കളിയാക്കലുകളിൽ ഭൂരിഭാഗവും അവരുടെ ലിംഗവ്യക്തിത്വവും അവതരണവുമായി ബന്ധപ്പെട്ട യാഥാസ്ഥിതിക ചിന്താഗതിയിൽ നിന്നുള്ള വിവേചനത്തിൻ്റെയും അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. ഓൺലൈൻ സ്വഭാവം കാരണം സൈബർ ഭീഷണി പീഡനത്തിനും വിവേചനത്തിനും പ്രത്യേക അവസരങ്ങൾ നൽകുന്നു. ട്രാൻസ്ജെൻഡർ പോളിസിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ നിയമമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇനിയും ക്യൂർ മനുഷ്യരെ 9 എന്നും ചക്കിയെന്നും ഹിജറയെന്നും വിളിക്കാൻ നിങ്ങൾ ധൈര്യപ്പെടേണ്ട. അതിന് നിങ്ങൾ മുതിർന്നാൽ മേൽപ്പറഞ്ഞ നിയമങ്ങൾ കേവലം പേപ്പറിൽ മാത്രമല്ല, അത് നടപടിയെടുക്കാവുന്നവ കൂടിയാണ്. കോടതി കയറിയിറങ്ങുന്ന ആളുകളിലും ശിക്ഷ അനുഭവിക്കുന്ന ആളുകളിലും നിങ്ങളും വരും.